റിനോയ് ലവ് എന്ന് പറയുന്ന ഒരു പുന്നാരമോന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. വയനാട്ടിലെ ആ ഒരു മഹാദുരന്തം നടന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവൻ പോയി. ഒരുപാട് ആളുകൾ ഇപ്പൊ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു. എന്നാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവർ കൂടെ ഇല്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തില് ഒരുത്തൻ അവരെ നോക്കി കളിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും അവൻ? നിങ്ങൾ പറ. എന്നെ സംബന്ധിച്ച് അവന് വെറും 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 തന്തയില്ലാത്ത ഒരു മോനാണവൻ. അങ്ങനെയുള്ള ഒരുത്തനെ പറ്റിയാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്. ഒരുപാട് പേര് വീഡിയോ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു അപ്ഡേറ്റഡ് ന്യൂസ് കിട്ടിയപ്പോഴത്തേക്കൊന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഈ പുന്നാരമോനെ നമ്മളെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അടിച്ച് ചെകിട്ട് പൊട്ടിക്കാൻ തോന്നും, ഇല്ലേ? നിങ്ങളെ എല്ലാവരുടെയും ഇന്നലെ വീഡിയോ കണ്ട എല്ലാവർക്കും ആ ഒരു ഫീൽ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അവനെ എന്തായാലും പോലീസ് അധികം വൈകാതെ പിടിക്കും. അതൊന്ന് നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. എന്നെ പോലുള്ള ഒരു ബ്ലോഗർ, ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ബ്ലോഗറിന്റെ കൂട്ടുകാരൻ ഈ നമ്മൾ ഇന്നലെ കാണിച്ച ആ ഒരു റിനോയ് ലവ് എന്ന് പറയുന്ന പരനാറിയുടെ സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിനോയ് ലവ് എന്ന് പറയുന്ന ആ മോന്റെ നമ്പർ ഈ ഒരു ബ്ലോഗർക്ക് കിട്ടി. അവനത് അവന്റെ വീഡിയോയിലൂടെ പറഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ സൈബർ സെല്ലിൽ നിന്ന് അവനെ വിളിച്ചപ്പോൾ അവൻ നമ്പർ കൈമാറിയിട്ടുണ്ട്. അധികം വൈകാതെ അവന്റെ കാര്യത്തിൽ തീരുമാനമാകും. അതുപോലെ തന്നെ ആൾക്കാർക്ക് പിന്നെ ഈ ഒരു പ്രശ്നം അറിയാത്തവർ കാണും. അവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, റിനോയ് ലവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, അതിനകത്ത് വരുന്ന ഒരു പുന്നാരമോൻ വന്നിട്ട് നമ്മുടെ സഹോദരങ്ങളെ, വയനാട്ടില് ഇപ്പം ആ ഒരു ദുഃഖമുഖത്ത് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ഇവൻ കളിയാക്കുന്നു, ചിരിക്കുന്നു അവരുടെ വാർത്തകൾ കേൾക്കുമ്പോൾ. അതുകൂടാതെ നമ്മുടെ ഷിരൂരിൽ കാണാതായ ഡ്രൈവർ അർജുന്റെ തലയിൽ കാക്ക തൂറുന്നത്, അർജുന്റെ തലയിൽ പശു തൂറുന്നത്, ഇതൊക്കെയാണ് ഇവന്റെ വീഡിയോ. ഇവനെ ഒരു മനുഷ്യനായിട്ടൊന്നും കണക്കാക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ പെഡലി അടിച്ച് പൊട്ടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ഈ പുന്നാരമോൻ ഇന്നലെ ഒരുപാട് യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തു. അതുകൊണ്ടാണ് തോന്നുന്നു ഈ പുന്നാരമോൻ അവന്റെ ചാനലിൽ ഡിലീറ്റ് ചെയ്ത് ഇന്നലെ ഓടിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവൻ ചെയ്തേക്കുന്നത് സ്ക്രീനിൽ വെക്കുന്നില്ല, ഇവിടെ തന്നെ കാണിച്ചു തരാം. അവൻ ചെയ്ത ഒരു വീഡിയോ ആണ്. അവന്റെ കിളി കണ്ടോണം നിങ്ങൾ. കാണാത്തവർക്ക് വേണ്ടി മാത്രമാണിത്. ഇത് കണ്ടോ? ആ കുട്ടി, ആ മേളിലുള്ള ആ കുട്ടിയെ പറ്റിയൊക്കെ, വയനാട്ടിൽ കാണാതെ പോയ ഒരു കുട്ടിയും പിന്നെ അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഒരു ചെറിയൊരു ടോക്ക് വന്നപ്പോഴത്തേക്ക് അവൻ അത് കണ്ടിട്ട് അവന്റെ കിളിക്കുള്ളത് അധികം വൈകാതെ പോലീസുകാർ കൊടുക്കണം എന്നാണ് എന്റെ. ഒരിക്കലും ഇവന്റെ പേരിൽ ഒരു കേസ് മാത്രം എടുത്ത് ഇവനെ പറഞ്ഞു വിടരുതേ പോലീസുകാരെ. ദൈവത്തെ ഓർത്ത് 2 എണ്ണം ഇവന് കിട്ടണം എന്ന് ഏതൊരു മലയാളി ആഗ്രഹിക്കും. 2 എണ്ണം. ഇനി ഇവനിത് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇവന്റെ വീട്ടിലെ അപ്പനും അമ്മയൊക്കെ, അവരോടാണ് എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു ഐറ്റത്തിനെ നിങ്ങൾ എന്തിനു പടച്ചു? കഴുത്ത ഞെരുക്കി. എന്തായാലും അതുലിന്റെ വീഡിയോയില് അതുലിന്റെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചപ്പോൾ അതിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിവിടെ ഒന്ന് കേൾപ്പിച്ചു തരാം. അതിനകത്തൊരു നമ്പർ പറയുന്നുണ്ട്. എന്തായാലും ആ നമ്പർ മൊത്തത്തിലില്ല. നല്ല കാര്യം. ഞാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ചു ആ മൊബൈൽ നമ്പർ മൊത്തം ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാനിവിടെ നിങ്ങളെ കാണിക്കുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അവന്റെ നമ്പർ കിട്ടണമെന്നൊരു ആഗ്രഹം കാണും. വിളിച്ച് തന്തയ്ക്കും വിളിക്കും, ഉറപ്പുള്ള കാര്യമാണ്. ഈ ഞാനാണെങ്കിലും ചെയ്തേനെ. പക്ഷേ നിയമപരമായി അത് തെറ്റായതുകൊണ്ട് തന്നെ അതിലും വെച്ചിട്ടില്ല, ഞാനും ഇവിടെ വെക്കുന്നില്ല. ഇതാ ഇവിടെ കാണിച്ചു തരാം. എന്തായാലും കാണിച്ചു തരികയല്ല, ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതിലാണോ? അതെ, അതിലൊരു സൈബർ സെല്ലിൽ നിന്നാണേ. പറയൂ സാർ. അതായത് അതിലിപ്പോ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, മറ്റേ റിനോയ് ലവ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ആ ഒരു അവന്റെ അഡ്രസ് കാര്യങ്ങൾ ഫോൺ നമ്പർ അതിന്റെ രണ്ടെന്ന് വീഡിയോ എന്നാണ് അറിഞ്ഞത്. അവന്റെ ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? പറഞ്ഞല്ലോ സാർ. സൈബർ സെല്ല് തന്നെയല്ലോ, കൺഫേം ആണല്ലോ? അതെ 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 അതെ. ഇല്ല, ഇനി വേറെ ആർക്കും കൊടുത്ത് പയ്യനെ കൊണ്ട് പഞ്ഞി കിട്ടാ, അതുകൊണ്ടാണ്. ഇല്ല അതുകൊണ്ടാണ് ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചത്, മൊബൈലിൽ നിന്ന് വിളിക്കാൻ ഞാൻ കൊണ്ടാണ്. ഇത് മൊബൈൽ നമ്പർ അല്ലേ? ഇത് എയർടെലിന്റെ ഞങ്ങളുടെ ലാൻഡ് ഫോൺ നമ്പറാണ്. ഞങ്ങളുടെ എയർടെൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ലാൻഡ് ഫോൺ നമ്പറാണ്. ഓക്കെ സാർ. വെയിറ്റ് ഒരു സെക്കൻഡ്. സാർ 2 നമ്പർ ഉണ്ടേ. ഒരു മിനിറ്റ് പറഞ്ഞു. 96 96 33
83 ഇല്ല 83 ഞാൻ ഇവിടെ വെച്ച് ആ ഓഡിയോ കട്ട് ചെയ്യാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്പർ ഫുൾ ഇല്ല, നമ്പർ ബാക്കി 2 നമ്പർ ഉണ്ട്, അവൻ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഓക്കെ താങ്ക്സ് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനിത് വെക്കാൻ കാരണം അതിലൊരു പേടിയുണ്ട്. സൈബർ സെല്ലിൽ നിന്നാണെന്ന് പറയുമ്പോൾ പോലും അതിൽ ചോദിക്കുന്നുണ്ട് വീണ്ടും സൈബർ സെല്ലിൽ നിന്ന് തന്നെ ആണോ, ഇനി വേറെ ആരെങ്കിലും കൊടുത്തിട്ട് ഇനി അവര് ചെന്ന് അവനെ കാര്യം ചെയ്ത് മറ്റേ കീറി വിട്ട് കഴിഞ്ഞാൽ അതുള്ള ചത്ത് വരും. നമ്പർ എവിടെ നിന്ന് കിട്ടി വരുമ്പോഴത്തേക്ക് അതിൽ കൊടുത്തെന്നുള്ള സീനാവും. അതുകൊണ്ടാണ് അതിൽ ചോദിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിക്കും നമുക്ക് ആ നമ്പർ കിട്ടി ഇവനെ പോയി കുനിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കണമെന്ന്, ഇല്ലേ? ഞാനും അത് ആഗ്രഹിച്ചു. ഞാൻ അതുകൊണ്ട് വേണമെങ്കിൽ നമ്പർ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്പർ ഇല്ല, മൊത്തത്തിലില്ല. അതിലത് കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം, നല്ല കാര്യമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്പർ കൊടുക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുത്തനും, ഈ വീഡിയോ കാണുന്ന ഒരുത്തനും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിളിച്ചിരിക്കും, എന്തൊക്കെ വന്നാലും വിളിച്ചിരിക്കും. പോയാൽ പോട്ടെ, ഒരു കേസാണെന്ന് എല്ലാവരും വിചാരിക്കത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരുത്തനെയൊക്കെ 2 വർത്താനം പറയാതെ പോകാൻ ഒരു മലയാളിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് തന്നെ പോയി ഞാൻ എന്തൊക്കെയോ കയറി വിളിച്ചു പറഞ്ഞു ഇവനെ. കാരണം എങ്ങനെ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഐറ്റങ്ങൾ. ഇപ്പൊ വീണ്ടും ഉണ്ട് കമന്റ് ബോക്സുകൾ. നിങ്ങൾ നോക്കണം, ഓരോ വാർത്തയുടെയൊക്കെ ഉണ്ട് ഇതുപോലെ ഓരോരുത്തന്മാര്. ഇവൻ ഇങ്ങനെ വീഡിയോ ചെയ്തതേ ഉള്ളൂ, ചെയ്തു അവൻ, അതിനുള്ള ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ. ഇതേപോലെ ഇവൻ മോന്ത കാണിച്ചു ചെയ്തു റീച്ച് ആവാൻ വേണ്ടി. ചിലവന്മാര് മറ്റേ അവന്മാരുടെ കുത്തൽ തീർക്കാൻ, അവന്മാരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഇരുന്ന് ടൈപ്പ് ചെയ്താ കാണിക്കുന്നത്. എന്തൊക്കെ അപരാധങ്ങളാണോ പറയുന്നത്? പറ്റുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള കമന്റുകൾ, ഇങ്ങനെയുള്ള ഓരോ പുന്നാരമക്കളെ കാണുമ്പോഴത്തേക്ക് പച്ചക്ക് 2 തെറി പറയുക. കമന്റ് ബോക്സ് കണ്ടാലും വെറുതെ വിടരുത് ഇവനെയൊന്നും. ഇവനെ പോലുള്ള മറ്റേ ചൊറിയന്മാരെ കൊടുത്തു വിടണം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊടുക്കണം. ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ നമ്മളെല്ലാം വയനാടിന് വേണ്ടി സപ്പോർട്ടിനുണ്ടല്ലോ, അതേപോലെ കൊടുക്കണം. ഇതുപോലുള്ള ചൊറിയന്മാരെ, ചൊറിയെന്നൊന്നും അല്ല വിളിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്റെ കയ്യിൽ നിന്ന് പോകും. ഞാനത് ആ ഒരു ഫോമിലേക്കേ പോകാത്തത്. തെറി മൈൻഡ് വന്നു കഴിഞ്ഞാൽ നല്ല കാനച്ച തെറി ഞാൻ വിളിച്ചു പറയും. കാരണം എങ്ങനെ പറയാതിരിക്കും? നിങ്ങൾ തന്നെ പറ, എങ്ങനെ പറയാതിരിക്കും? ഇപ്പൊ എനിക്കറിയാം നിങ്ങൾ പറയാൻ തുടങ്ങും. കമന്റ് ബോക്സ് ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ഇപ്പൊ കാണാൻ തുടങ്ങും. വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും നല്ല തെറി. എനിക്ക് പക്ഷെ ഒന്നും തെറി പറയരുത്. ഞാൻ തന്നെ പലപ്പോഴും എന്റെ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകളോട് പറയരുത് തെറി. പക്ഷെ ഇതിനകത്തൊന്നും ഇന്നലത്തേനകത്തും ഞാനൊന്നും മിണ്ടാൻ പോയിട്ടില്ല. ഒരു തെറി പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാനും പോയിട്ടില്ല. കാരണം ഇവനൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇവൻ കാണണം, അവൻ അർഹതപ്പെട്ടാണ് ഈ തെറിക്കൊക്കെ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആംഗിളായിട്ടില്ല. വിളിക്കുന്നവർ വിളിക്കട്ടെന്ന് വിചാരിക്കും. കാരണം ഒരു കൊച്ചു കുഞ്ഞിനെയും അർജുനെയും അവരുടെയൊക്കെ വീട്ടുകാരോ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വയനാട് ഈ ദുരന്തത്തിൽപ്പെട്ടവരൊക്കെ ഇവന്റെ ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യണ്ടേ? അത്ര ഞാൻ ആലോചിക്കുന്നുള്ളൂ. ഇവനെയൊക്കെ എടുത്തങ്ങനെ ഇപ്പം അവൻ നമ്പർ കൊടുത്ത് വളരെ നല്ല കാര്യം. സൈബർ പോലീസിന് പിടിച്ച് കൊട്ടിക്കട്ടെ ഇവന് 2 എണ്ണം. വെറുതെ വിടരുത് ഇങ്ങനെയുള്ളവനെയൊക്കെ, അല്ലേ? നിങ്ങൾ പറ, വെറുതെ വിടണോ ഇതുപോലുള്ള നാറിയൊക്കെ? അവൻ ആരാ മോനെന്നറിയോ? അവൻ ആൾക്കാർ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും അവൻ ചാനൽ മറ്റേ ഡിലീറ്റ് ചെയ്തിട്ട് അവൻ ഓടിയവൻ. അപ്പൊ അവനെ അറിയാം. അത് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പരനാറിക്ക് 29 വയസ്സുണ്ടെന്ന്? 29 വയസ്സ് കൊടുക്കണ്ടേ അവന്? 2 എണ്ണം കൂടുതൽ കൊടുക്കണ്ടേ? ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, എനിക്ക് തോന്നുന്നു കൂടിപ്പോയ ഒരു 19, 20, 21 വയസ്സൊക്കെ അവന് കാണത്തുള്ളൂ. അവനെ കണ്ടിട്ട് അങ്ങനെയാ തോന്നിയത്. 29 വയസ്സുണ്ട് ഈ നാറിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. അവനെ മറ്റേ മുള്ളുമുറിക്കാ കയറ്റിയിരുത്ത് ഒരയ്ക്കണം. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. വെറുതെ വിടരുത് ഇങ്ങനെയുള്ള ചെറ്റകളൊന്നും, വെറുതെ വിടരുത്. ഈ ഒരു പ്രായത്തിൽ ഇവന്റെ ഈ സോക്കേട്, ഈ കൊച്ചു പിള്ളേരെങ്കിൽ ചിലപ്പോൾ ബോധമില്ലാതെ കാണിച്ചെന്ന് പറയാം. കുറെ പേര് എന്നോട് പറഞ്ഞു ഇവന് പ്രാന്തായിരിക്കും. ഇവന് പ്രാന്തൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്റെ ചെകിട്ടടിച്ച് ആരും പൊട്ടിക്കാനില്ലാത്തതുകൊണ്ടാ. പ്രാന്തന്മാർ ഇങ്ങനെ കാണിക്കുമോ? അവർക്കും കാണും ഒരു മനുഷ്യത്വം. ഒരുപാട് പേര് കറയുമ്പോഴത്തേക്ക് പോയി ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. എന്നാലും വീഡിയോ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ പുച്ഛിക്കുന്ന ആ ഒരു ഇതിലേക്കൊന്നും ഒരു പ്രാന്തം പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നല്ല 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 തേമ്പ് കിട്ടാനിട്ടാന്നാ ഞാൻ പറയുന്നത്, അല്ല വേറൊന്നുമല്ല. നിങ്ങൾ പറയുന്നേ, ഞാൻ നിർത്തി. എനിക്കിനി വയ്യ ഇവന്റെ കാര്യം പറയാനായിട്ട്. നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി. അധികം വൈകാതെ അവനെ പോലീസുകാർ ചുമക്കട്ടെ, അവനെ കിട്ടട്ടെ അവന്റെ 2 ഇടി എന്നേ ഞാൻ പറയത്തുള്ളൂ.